ഞാൻ മനസ്സിലാക്കുന്നത് ഈ മംഗലാപുരം ഭാഗത്തൊക്കെ കർണാടകയിൽ മൊത്തം അവിടെ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതോടുകൂടി അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ് ഉടമകൾ പലരും ആത്മഹത്യയുടെ വക്കിലെത്തിരിക്കുക. പലരും 40, 30, 50 രൂപ കൊടുത്ത് വാങ്ങിയ സ്വകാര്യ ബസ്സുകൾ 15,000-നും 15 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഒക്കെ ഇപ്പോൾ കേരളത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരിക. ഇപ്പം അതും സർക്കാർ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ അന്യ സംസ്ഥാനങ്ങളിലെ ബസ്സുകളിലൂടെ നടത്താൻ പാടില്ല എന്ന് പുതിയ തീരുമാനം ഇറക്കിയിരിക്കുക. അപ്പോൾ ഈ ബസ്സുകളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ഇത്രയും മുതലിറക്കിയാൽ ഞങ്ങളുടെ ഈ ബസ്സുകൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നും കൂടി സർക്കാർ പരിശോധിക്കണം. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു അനുതാപപരമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. അതിനാവശ്യമായ നടപടികൾ ഞങ്ങളുമായിട്ടൊരു ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ അവർ 3 ഇരട്ടിയിലധികം അവർ 3,500 ബസ് ഓടുമ്പോൾ ഞങ്ങൾ 9,000-ഓളം ബസ്സുകൾ ഓടുന്നുണ്ട്. അവരെക്കാൾ കൂടുതൽ യാത്രക്കാർ ഞങ്ങളുടെ ബസ്സിൽ കയറുന്നുണ്ട്. അവരൊക്കെ സൂപ്പർ എക്സ്പ്രസ്സുകൾ ഇങ്ങനെ ബസ്സുകളാകുമ്പോൾ അതിലൊക്കെ സീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രാവിലെയും വൈകുന്നേരമൊക്കെ നിറയെ ആളുകൾ വെച്ച് ഓടുന്നവരാണ്. അവർ 3 ഇരട്ടിയിലധികം യാത്രക്കാർ ഞങ്ങളുടെ ഉണ്ടാവും. ഞങ്ങളുടെ അവർ 39 ലക്ഷം 40 ലക്ഷം ഒരു ദിവസം യാത്രക്കാരെന്ന് പറഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 1 ലക്ഷത്തിലധികം യാത്രക്കാർ ഒരു ദിവസം യാത്ര ചെയ്യുന്നവരാ. ഞങ്ങളതിൽ 70 ലക്ഷം യാത്രക്കാരും 70,000 യാത്രക്കാരും ഞങ്ങളുടെ സ്ത്രീകളാണ്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. 1,70,000 യാത്രക്കാരും സ്ത്രീകളാണ്. പിന്നെ കുട്ടികളാണ്. കുട്ടികളുടെ കാര്യം അറിയാലോ. 1 രൂപയാണ് കൊടുക്കുക. 1 ലിറ്റർ ഡീസൽ അടിക്കാൻ ഞങ്ങൾക്ക് 100 രൂപ കൊടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി വരെ ഞങ്ങൾക്ക് 1 രൂപ കിട്ടുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ മേൽ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ മേൽ ഭയങ്കര കെട്ടുവരിച്ച് എല്ലാം സർക്കാർ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ പറയുന്ന സർക്കാർ ഞങ്ങളെ തകർക്കാനായിട്ടുള്ള ശ്രമം നടത്തും. ഇത് ഞങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന വിഷയമല്ല കേട്ടോ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷയങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. KSRTCക്ക് ഈ നാട്ടിൽ എന്തൊക്കെ സേവനങ്ങൾ ചെയ്യാൻ കഴിയും? ഞങ്ങളെക്കാൾ എന്ത് അധിക സേവനമാണ് KSRTC ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് സമൂഹത്തിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പറയുന്നത് അതാണ്. ഞങ്ങൾ ഇല്ലാതെ ആയാൽ നാട്ടിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ചർച്ച ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സൗജന്യ പദ്ധതി ആളുകൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചാണ്. അപ്പോൾ ആ UDF-നുണ്ടായ ഒരു മേൽക്കൈ പോലും ഇത്തരം പദ്ധതികൾ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ അവർ അധികാരത്തിലെത്താൻ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊതുവെ ഇത്തരത്തിലൂടെ നിങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയല്ലേ ആളുകൾ തിരിയുക? അല്ല, ഞങ്ങളിതിനോട് എതിർക്കണമെന്നില്ലല്ലോ. ഞങ്ങൾക്കും കൂടി ഒരു സ്പേസ് ഉണ്ടാവണമെന്നേ പറയുന്നുള്ളൂ. ഞങ്ങളിത് എടുത്താൽ നിൽക്കില്ല. ഞങ്ങൾ പറയുന്നില്ല. പിന്നെ ഇത് മാത്രമാണ് ഞാൻ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കില്ല. അതൊക്കെ ഞങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ പറയും. അല്ല, ഞങ്ങളതൊരു ചർച്ച ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് അതിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഞങ്ങളതിനൊരു ചർച്ച ചെയ്യും. ഗവൺമെൻറ് അതിനൊരു അനുഭവപരമായിട്ടുള്ള തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായാലും ഞങ്ങൾ ആലോചിക്കും. അതിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഈ വിഷയം വരുമ്പോൾ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ മാത്രമായി മാറും. അപ്പോൾ പീക്ക് ടൈമിലാണ് കൂടുതലും ഇവിടെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പീക്ക് ടൈമിലാണ് നിറയെ യാത്രക്കാരുമായിട്ട് ഈ സ്വകാര്യ ബസ്സുകളും KSRTC സർവീസ് നടത്തുന്നത്. ഈ KSRTCയുടെ ഒരു ബസ് വരുമ്പോൾ അതിൻ്റെ മുന്നിലും പിന്നിലും ഉള്ള സ്വകാര്യ ബസ്സുകളിൽ സ്വാഭാവികമായിട്ട് ആൾക്കാരില്ലാതാവും. ഈ സ്ത്രീകൾക്ക് അതിൽ സൗജന്യമാണ്. ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പോവുക, വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും കൂടി റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യയെ KSRTC കയറ്റി വിട്ടിട്ട് ഭർത്താവ് പ്രൈവറ്റിലേക്ക് വരില്ല. അവർ രണ്ടുപേരും അതിലാണ് പോവുക. അപ്പം ഞങ്ങളുടെ പുരുഷ യാത്രക്കാരും സ്വാഭാവികമായിട്ട് ഇല്ലാതാവും. പിന്നെ ആകെ ബാക്കിയുള്ളത് 50% വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് കിട്ടുക. ആ 50% വിദ്യാർത്ഥികളേക്ക് നേരത്തെ സൂചിപ്പിച്ചു 1 രൂപയാണ് കിട്ടുക. എങ്ങനെ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകും? അപ്പം ഞങ്ങളുടെ ഈ വിഷയം ഞങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഇത് നടപ്പിലാക്കിയാൽ ഒരുപാട് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അല്ലെങ്കിലും ഈ വ്യവസായം വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുക. ഏത് നിമിഷവും ഡീസൽ വില, പെട്രോൾ വില വർദ്ധിക്കും പറയുന്നുണ്ട്. അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാവും. പിന്നെ വേറൊരു വിഷയം ഇവിടെ എന്താ വെച്ചറിയോ, ഇവിടെ ഈ വ്യവസായത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിൻ്റെ കയ്യിലാണ് ഉള്ളത്. ഞങ്ങൾക്ക് ഈ ബസ് ഇവിടെ റോട്ടിൽ കാശ് വാങ്ങി ഇറക്കി നടത്താമെന്നല്ലാതെ ഇതിൻ്റെ എല്ലാ സേവന വേതന വ്യവസ്ഥകൾ, ചാർജ് വർധനവ് എല്ലാം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. സർക്കാർ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ ഇതിൽ ചിലവ് വർദ്ധിച്ചാൽ, ഞങ്ങളുടെ നടത്തിപ്പിൽ ചിലവ് വർദ്ധിച്ചാൽ ഞങ്ങളെ കൊണ്ട് അതിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ പരിപ്പിനും വെളിച്ചെണ്ണയ്ക്കും വില കൂടിയാൽ പരിപ്പ് വട, ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഗ്യാസിൻ്റെ വില കൂടിയപ്പോൾ ചായ 15 രൂപ 20 രൂപയ്ക്ക്. പക്ഷേ പെട്രോളോ ഡീസലിൻ്റെ വില കൂടിയാൽ ഞങ്ങളെ കൊണ്ട് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. സർക്കാരിൻ്റെ അനുവാദം വേണം. അപ്പോൾ ഞങ്ങളെ ഈ വരുമാനം എല്ലാവരും നിയന്ത്രിക്കുക, ചിലവുകൾ നിയന്ത്രിക്കാതിരിക്കുക. അതിൻ്റെ കൂടെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളും വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഇത് കേട്ടിട്ട്
ഞങ്ങളിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് എതിരായിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല, നിൽക്കാനും കഴിയില്ല. ഗവൺമെൻറ്റിൻ്റെ പല പോളിസികളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അത് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളവർ ഇതേ മേഖലയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഈ തൊഴിൽ ചെയ്യുന്നവരെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് സർക്കാർ പരിശോധിക്കണം. അതല്ലെങ്കിൽ KSRTCയുടെ കുറച്ച് 2000-3000 ബസ്സുകൾ ഓടും, ഈ 7000-8000 ബസ്സുകൾ നിലനിന്ന് റോട്ടിൽ നിന്ന് പിൻവലിക്കേണ്ട സ്ഥിതി വരും. ഞങ്ങൾക്ക് സർക്കാരിനെ മാതിരി സാമ്പത്തികം ഒരു പരിധിയിൽ കൂടുതലൊന്നും കയ്യിൽ നിന്നെടുത്ത് സർവീസ് നടത്താൻ കഴിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇപ്പോൾ ജനങ്ങൾക്ക് കിട്ടിയ സൗകര്യം കൂടി ഇല്ലാതാകും. അത് സർക്കാർ പരിശോധിക്കാതെ ഇത് നടപ്പിലാക്കരുത് എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. നിങ്ങൾ അങ്ങനെയാണ്